ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യബന്ധനത്തിനിടെ തോണി മറിഞ്ഞ് അപകടം. അഴിമുഖത്ത് നിന്ന് അര നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. അതിഥി തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അര നോട്ടിക്കൽ മൈൽ അകലെയായിട്ടാണ് ബോട്ട് മറിഞ്ഞത്. ബോട്ട് മറിഞ്ഞ് അതിൽ അതിഥി തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികൾ അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. മത്സ്യബന്ധനത്തിനിടെ തോണി മറിഞ്ഞാണ് അപകടമുണ്ടായത്. ഒടുവിൽ നീന്തി അവർ മറ്റൊരു ബോട്ടിലേക്ക് എത്തുകയായിരുന്നു. കോഴിക്കോട് ബേപ്പൂരിലാണ് സംഭവം. ഷഹദുണ്ട്. ഷഹദ്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? കടൽ പ്രക്ഷുബ്ധമാണോ ഷഹദ്? തീർച്ചയായും കടൽ പ്രക്ഷുബ്ധമാണ്. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ, അതായത് പുലർച്ചെ മുതൽ വലിയ രീതിയിലുള്ള മഴ കോഴിക്കോട് പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ 7:30 കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം അഴിമുഖത്ത് നിന്നും അര നോട്ടിക്കൽ മൈൽ അകലെ എത്തുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. 4 അതിഥി തൊഴിലാളികളാണ് ഈ തോണിയിൽ ഉണ്ടായിരുന്നത്. ഇവർ മത്സ്യബന്ധനത്തിന് പോയതായിരുന്നു. പരമ്പരാഗത മത്സ്യബന്ധനത്തിന് പോയ ഘട്ടത്തിലാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ അപകടം നടന്ന ഉടൻ തന്നെ തൊട്ടപ്പുറത്ത് മറ്റൊരു ബോട്ട് ഇത്തരത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ബോട്ടിലേക്ക് ഇവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തോണി ഇതുവരെ കരക്ക് കയറ്റാൻ സാധിച്ചിട്ടുമില്ല. ഈ 4 അതിഥി തൊഴിലാളികളെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസുമായി, അതായത് കോസ്റ്റൽ പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമുക്ക് ലഭ്യമാകുന്നത്. ഇവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് എന്ന കാര്യവും പറയുന്നുണ്ട്. എന്തായാലും തോണി കരക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഓക്കെ, താങ്ക് യു ഷഹദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പരിക്കൊന്നും പറ്റാതെ തന്നെ അവർക്ക് നീന്തി കരപിടിക്കാൻ സാധിച്ചു എന്നതിൽ